നമസ്കാരം. ഒരുപാട് യാതനകൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ അനുഭവിച്ചവരാണ് ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ജ്യോത്സ്യന്മാരെ പോയി കാണാറുണ്ട്. അവർ പറയുന്ന ഉപദേശപ്രകാരം ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ അർപ്പിക്കാറുണ്ട്. ആദ്യമൊക്കെ ഒരു മാറ്റം വരുമെങ്കിലും പിന്നീട് കാര്യങ്ങൾ പഴയപടിയാകും. അങ്ങനെ ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾക്കൊരാശ്വാസമായി ഇടവമാസം 1-ാം തീയതി മുതൽ ഒരു സൗഭാഗ്യം വന്നു ചേരാൻ പോകുന്നു. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്നു. 2026 മെയ് 15 ഇടവം 1. ഈ ഒരു ദിവസം മുതൽ ഗൃഹനിലയിൽ വലിയ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. ഗുരുവിൻ്റെയും ശനിയുടെയും സ്ഥാനചലനം, രാഹുവിൻ്റെ സഞ്ചാരം, ഇതൊക്കെ കൂടിച്ചേരുമ്പോൾ ചില നക്ഷത്ര ജാതകർക്ക് മഹാഭാഗ്യത്തിൻ്റെ വാതിൽ തുറക്കാൻ പോവുകയാണ്. ഇവർ നല്ല രീതിയിൽ രക്ഷപ്പെടും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഇവർക്ക് മാറിക്കിട്ടും. ഞാൻ ഇന്നിവിടെ പറയുന്ന ഈ 8 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ മഹാത്ഭുതം സംഭവിക്കുന്ന സമയമാണ്. ഇവർ എവിടെയിരുന്നാലും, ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഈ നക്ഷത്ര ജാതകർക്ക് ഇനി നല്ല കാലം പിറക്കും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവരെത്തും. ധനപ്പെരുമഴ ഇവരുടെ വീട്ടിൽ പെയ്യും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാ രീതിയിലും 1-ാം സ്ഥാനത്തെത്തുന്ന, ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള, ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി മനസ്സമാധാനം ലഭിക്കുന്ന ആ നക്ഷത്ര ജാതകർ ഇവരാണ് ഭരണി, മകീരം, പുണർതം, മകം, പൂയം, അത്തം, പൂരാടം, തിരുവോണം. ഈ 8 നക്ഷത്ര ജാതകർ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ 8 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരാൻ പോവുകയാണ്. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. എന്തുകൊണ്ടാണ് ഈ 8 നക്ഷത്ര ജാതകർക്ക് മാത്രം ഇങ്ങനെയൊരു മഹാഭാഗ്യം വരുന്നത്? ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അതിന് ശരിയായ കാരണമുണ്ട്. ഇടവം 1 മുതൽ ഗുരു ഭഗവാന്റെ ദൃഷ്ടി ഈ നക്ഷത്രങ്ങളിൽ നേരിട്ട് പതിക്കുന്നു. ഗുരു എന്നാൽ ഭാഗ്യകാരകൻ. ഗുരുവിൻ്റെ കൃപ കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെട്ടിരിക്കും. നമുക്ക് ധനം വന്നു ചേരും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കും. ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ നമ്മളെ കൊണ്ടെത്തിക്കും. കുടുംബത്തിൽ സമാധാനമുണ്ടാകും. തൊഴിലിൽ ഉയർച്ചയുണ്ടാകും. ധനപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറും. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായും ആ ഒരു ആഗ്രഹം നടന്നു കിട്ടും. അതുപോലെ തന്നെ ശനിയുടെ സ്ഥാനചലനം കൂടി ചേരുമ്പോൾ ഇതുവരെ തടസ്സമായി നിന്ന കാര്യങ്ങൾ ഒന്നൊന്നായി മാറ്റിവെക്കപ്പെടും. ഇത് കേൾക്കുന്ന ആരെങ്കിലും ഒരാൾ ഇത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളിത് എഴുതി വെച്ചോ. നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ്. നിങ്ങൾക്കൊരുപാട് നേട്ടങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. ഒരുപക്ഷെ നിങ്ങൾ സംശയിക്കുന്നുണ്ടാകാം, ഇതൊക്കെ നടക്കുമോ എന്ന്. ഞാൻ പറയുന്നു, ഇത് നടന്നിരിക്കും. ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. എല്ലാ രീതിയിലും സമൃദ്ധിയും ധനയോഗവും ഒക്കെ വന്നു ചേരും. അതിലൊക്കെ ഉപരി ഇവരുടെ വീടുകളിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. ഉറപ്പാണ്, സത്യമാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്ന് നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ കുറിച്ചേക്കുക. സുഹൃത്തുക്കളെ, ഈ വീഡിയോ മുഴുവൻ കേൾക്കുക. ഓരോ നക്ഷത്രത്തിനും വേണ്ടിയുള്ള പ്രത്യേക പരിഹാരങ്ങൾ ഈ വീഡിയോയുടെ അവസാനത്തിൽ പറയുന്നുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ ഈ ഭാഗ്യം പൂർണ്ണമായി കിട്ടില്ല. ഇപ്പോൾ തന്നെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. സർവ്വസമൃദ്ധിയും വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രം തന്നെയാണ്. ഭരണി നക്ഷത്ര ജാതകർ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്രയും കാലം ആരുടെയെങ്കിലും കാര്യത്തിന് ഓടി. അതൊരു പക്ഷേ സ്വന്തം വീട്ടുകാരുടെ കാര്യത്തിനാകാം,
അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കാര്യത്തിലാകാം, അല്ലെങ്കിൽ നമ്മെ ആത്മാർത്ഥമായി വിശ്വസിച്ച മറ്റൊരാളുടെ കാര്യത്തിലാകാം. ഏതായാലും അയാൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, സ്വന്തം കാര്യങ്ങൾ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചവരാണ് ഭരണി നക്ഷത്ര ജാതകർ. ശരിയാണോ അല്ലയോ? കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. എന്നാൽ ഇടവം 1 മുതൽ ഗുരുവിൻ്റെ അനുഗ്രഹം നേരിട്ട് നിങ്ങളിൽ പതിക്കുന്നു. തൊഴിലിൽ ഇതുവരെ കിട്ടാതിരുന്ന അംഗീകാരം ലഭിക്കും. പുതിയ ജോലിക്കൊക്കെ ശ്രമം നടത്തുന്നവർക്ക് ജോലി കിട്ടും. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ സാധിക്കും. നിങ്ങൾ വെറുതെ ഇരുന്നാലും നിങ്ങളെ വിളിച്ച് ഒരു ജോലി തരുന്ന ഒരു അവസ്ഥയിലേക്കെത്തും. ധനത്തിൻ്റെ കാര്യത്തിൽ കൂടി വലിയ നേട്ടം വന്നു ചേരും. കടം വാങ്ങിയൊക്കെ ഒരുപാട് കടങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയവർക്ക് ഇതൊരു ആശ്വാസത്തിൻ്റെ നാളാണ്. കടങ്ങളൊക്കെ മാറും, വീട്ടാനൊക്കെ സാധിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വർദ്ധിക്കും. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. ഇത് അച്ചട്ടും കൂടിയാണ്. അടുത്ത നക്ഷത്രം മകയിര നക്ഷത്രമാണ്. മകയിര നക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ്. നിങ്ങളെക്കുറിച്ച് ചില നല്ല കാര്യങ്ങൾ പറയാം. നല്ല വാർത്തകൾ നിങ്ങൾ കേൾക്കേണ്ടി വരും. അതായത് ഇത്രയും കാലം നിങ്ങൾ ഒരുപാട് പ്രയത്നിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ടു, കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നന്മകൾ ചെയ്തു. എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് ഇതിനൊന്നും ഒരു ഫലം കിട്ടിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അതിൻ്റെ എല്ലാ ഫലവും ഈശ്വരൻ കാണുന്നുണ്ട്. അതിൻ്റെ എല്ലാ ഫലവും ഇടവമാസത്തിൽ നിങ്ങൾക്കൊന്നിച്ചു കിട്ടും. നിങ്ങളുടെ ബിസിനസ്സിൽ വളർച്ച വന്നു ചേരും. ജോലിയിലൊരു ട്രാൻസ്ഫർ ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്കായിരിക്കും അത്. കുടുംബത്തിൽ മംഗളകരമായ വാർത്തകൾ കേൾക്കും. അതുപോലെ തന്നെ വിവാഹപ്രായം എത്തി നിൽക്കുന്നവർക്ക് വിവാഹമൊക്കെ ഉറയ്ക്കാൻ കഴിയുന്ന സമയമാണ്. മക്കളുമാരുടെ ഉയർച്ച, എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഒക്കെ നിങ്ങൾക്ക് ഉറപ്പാണ്. അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. 3ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർതം നക്ഷത്രമാണ്. പുണർതം നക്ഷത്ര ജാതകർക്ക് ഇതറിയാമോ? ഗുരുവിൻ്റെ സ്വന്തം നക്ഷത്രമാണ് നിങ്ങളുടേത്. ഗുരു സ്വന്തം മക്കളെ എങ്ങനെയാണ് സംരക്ഷിക്കുക? ഒരിക്കലും കൈവിടില്ല. അതാണ് ഇടവം 1 മുതൽ സംഭവിക്കുന്നത്. വിദ്യാഭ്യാസത്തിൽ മികവ് കാണിക്കുന്നവർക്ക് ഉയർച്ച കിട്ടും. ജോലി തേടുന്നവർക്ക് നല്ല ജോലി കിട്ടും. അതും പെട്ടെന്ന്. ധനത്തിൻ്റെ കാര്യത്തിൽ ഗുരുവിൻ്റെ അനുഗ്രഹം ഇരട്ടിയായി കിട്ടും. അപ്പോൾ എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും പുണർതത്തിന് ഇനി വന്നു ചേരും. ഭാഗ്യത്തിനുമേൽ ഭാഗ്യം എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. പുണർത നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിൽ കഴിയാൻ സാധിക്കും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി പുണർതം രക്ഷപ്പെടും. ഇത് നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി നോക്കിക്കോ. ഏത് ജോത്സ്യൻ്റെ അടുക്കൽ വേണമെങ്കിലും പോയി നോക്കിക്കോ. ഇത് സത്യമാണ്, ഉറപ്പാണ്. ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. അടുത്ത നക്ഷത്രം 4ാമത്തെ നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രം എന്നത് രാജനക്ഷത്രമാണ്. രാജയോഗത്തിൻ്റെ സമയമാണ് വരുന്നത്. ഇതുവരെ മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്തവരാണ് നിങ്ങൾ. ഇനി മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യും. തൊഴിലിൽ പ്രമോഷൻ ഉറപ്പാണ്. വ്യാപാരത്തിൽ പുതിയ പങ്കാളികൾ വരും. അവർ നിങ്ങൾക്കൊപ്പം നിൽക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും. അതുപോലെ തന്നെ കുടുംബത്തിൽ ദാമ്പത്യ സമാധാനം മെച്ചപ്പെടും. നക്ഷത്രഫലങ്ങൾക്കൊപ്പം നിങ്ങളുടെ കഠിനാധ്വാനം കൂടി ചേരുമ്പോഴേ വലിയ വിജയങ്ങൾ ഉണ്ടാകുകയുള്ളൂ. ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത നക്ഷത്രം പൂയമാണ്. നിങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഇത്രയും കാലം ഒരുപാട് സഹിച്ചു. ആരോടും പറയാതെ ഉള്ളിൽ സങ്കടം വെച്ച് മുന്നോട്ട് പോയവരാണ് നിങ്ങൾ. എന്നാൽ ഇടവം 1 മുതൽ ആ സങ്കടങ്ങളൊക്കെ മാറി ഭാഗ്യമായി വരുന്ന സമയമാണ്. ശരിയാണോ അല്ലയോ? നിങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചവരല്ലേ പൂയ നക്ഷത്ര ജാതകർ? പറയണേ കമൻറ്റ് ബോക്സിൽ. എന്നാൽ ഇനി സ്വന്തമായൊരു വീട്, ഇത്രയും കാലം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വലിയ വീട് അല്ലെങ്കിൽ ഒരു കുഞ്ഞു വീട്, അതിൽ സമാധാനവും സന്തോഷവും നിങ്ങളുടെ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹമൊക്കെ നടക്കാൻ പോകുന്ന സമയമാണ്. നിങ്ങൾക്ക് ഒരു പുതിയ വാഹനം വാങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസത്തിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ദീർഘകാലമായി കിടന്ന
അസുഖങ്ങളൊക്കെ മാറും. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. ആറാമത്തെ നക്ഷത്രം അത്തം നക്ഷത്രമാണ്. നിങ്ങളുടെ കാര്യത്തിൽ ഒരു വലിയ മാറ്റം വരാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ഒരു വലിയ മാറ്റം. ഇത്രയും കാലം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, അതൊട്ടും ശരിയായില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു, ശരിയല്ലേ? എന്നാൽ ആ തോന്നൽ ഇനി ഉണ്ടാകില്ല. നിങ്ങൾ ചെയ്തത് ശരിയാണ്. ഇടവം 1 മുതൽ ഗുരുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ കർമ്മസ്ഥാനത്ത് പതിക്കുന്നു. തൊഴിലിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരും. ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു വാർത്ത നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ധനലാഭം പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരും. ഭാഗ്യമേതായാലും നിങ്ങളുടെ പടിവാതിക്കൽ തന്നെയാണ്. നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു. അത് നിലനിർത്താൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് ഞാൻ പറയാം. ഒന്നാമത്, നിങ്ങൾ അഹങ്കാരം കാണിക്കരുത്. ദൈവത്തിന് നന്ദി പറയുക. അതാണ് ഭാഗ്യം നിലനിർത്താനുള്ള ഏക മാർഗം. അടുത്ത നക്ഷത്രം 7ാമത്തെ നക്ഷത്രം പൂരാടമാണ്. നിങ്ങളുടെ നക്ഷത്രാധിപൻ ശനിയാണ്. ശനി എന്നാൽ കഠിന പ്രയത്നത്തിൻ്റെ ഫലം തരുന്നവൻ എന്നാണ്. ഇത്രയും കാലം നിങ്ങൾ പണിയെടുത്തു, ആരും നിങ്ങളെ അംഗീകരിച്ചില്ല. എന്നാൽ ഇടവം 1 മുതൽ ആ അംഗീകാരം നിങ്ങൾക്ക് വരും. ഞാനീ പറഞ്ഞ കാര്യം ശരിയാണോ? ഇത്രയും കാലം നിങ്ങൾ പണിയെടുത്തില്ലേ? കഠിന പ്രയത്നമല്ലേ ചെയ്തിരുന്നത്? എന്നിട്ടതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടിയോ? എന്നാൽ ഇടവം 1 മുതൽ ആ അംഗീകാരം നിങ്ങൾക്ക് വരുന്ന സമയമാണ്. തൊഴിലിൽ വലിയ ഉത്തരവാദിത്തമേൽക്കും. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ വലിയ ലാഭം വന്നു ചേരും. കുടുംബത്തിൽ നിങ്ങളുടെ വാക്കിന് വില കൂടും. നിങ്ങൾ പറയുന്നത് വീട്ടുകാർ കേൾക്കും. ആദരവ് വർദ്ധിക്കും. സാമ്പത്തികമായി ഇതുവരെ കിട്ടാതിരുന്ന തുക കിട്ടാൻ സാധ്യതയുണ്ട്. ഞാനീ പറയുന്ന കാര്യം സത്യമാണ്, യാഥാർത്ഥ്യമാണ്, ഉറപ്പാണ്. കഠിന പ്രയത്നം ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി സാധിക്കും. 8ാമത്തെ നക്ഷത്രം എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു നിറയുന്ന, ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ആ നക്ഷത്രജാതകർ മറ്റാരുമല്ല, തിരുവോണ നക്ഷത്രമാണ്. ഈ വീഡിയോയിൽ ഏറ്റവും അധികം ഭാഗ്യമുള്ളവർ നിങ്ങൾ തന്നെയാണ്. തിരുവോണം എന്നാൽ നാരായണൻ്റെ സ്വന്തം നക്ഷത്രം. മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നേരിട്ട് നിങ്ങളിൽ പതിക്കുന്ന സമയമാണ് വരുന്നത്. ഇടവം 1 മുതൽ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കും. നിങ്ങൾക്ക് തൊഴിലിൽ അഭിവൃദ്ധി വന്നു ചേരും. ധനപരമായി നിങ്ങൾക്ക് ഒരുപാട് നേട്ടമുണ്ടാകും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. എല്ലാത്തിനും 1ാം സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കും. ഇതുവരെ നിങ്ങൾ നടന്ന വഴിയല്ല ഇനി വരുന്നത്. ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുണ്ടാകും. പെട്ടെന്നൊരു നല്ല വാർത്ത കേൾക്കും. അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ധനത്തിൻ്റെ കാര്യത്തിൽ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം നിങ്ങൾക്ക് കിട്ടുന്ന സമയമാണ്. അതായത് ധനപരമായി നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. കുടുംബത്തിലെ എല്ലാവരുടെയും ആദരവും അംഗീകാരവും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ രക്ഷപ്പെടും, ഉറപ്പാണ്. ഈ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഈ 8 നക്ഷത്ര ജാതകർക്കും വലിയ വലിയ ഭാഗ്യമാണ് എന്ന് പറഞ്ഞിരുന്നു. ഈ ഭാഗ്യം പൂർണ്ണമായി കിട്ടാൻ, അല്ലെങ്കിൽ കിട്ടണം എങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമത്തെ കാര്യം, ഇടവമാസം 1-ാം തീയതി ക്ഷേത്ര ദർശനം നടത്തുക. ഒരുപക്ഷേ 1-ാം തീയതി ക്ഷേത്ര ദർശനം നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞില്ല എങ്കിൽ മെയ് 16-നായിക്കൊള്ളട്ടെ, വെള്ളിയാഴ്ചയാണ്, ദേവീക്ഷേത്രത്തിൽ പോവുക. ഏത് ക്ഷേത്രമാണെങ്കിലും ആകാം. പക്ഷേ ഗുരുസംബന്ധമായ ക്ഷേത്രമാണെങ്കിൽ ഒരു നവഗ്രഹ പൂജ അവിടെ നടത്തുക. അതുപോലെ തന്നെ ശിവക്ഷേത്രം, വിഷ്ണു ക്ഷേത്രം, ഇവിടെയൊക്കെ പോകാം. രണ്ടാമതായി, ഗുരുവിന് ഒരു മഞ്ഞ വിളക്ക്. ഗുരുഭഗവാന് മഞ്ഞ നിറം പ്രിയമാണ്. നിങ്ങൾ അതുകൊണ്ട് മഞ്ഞ വിളക്ക് പൂജാമുറിയിൽ കത്തിക്കുക. മഞ്ഞ വിളക്ക് എന്ന് പറയുമ്പോൾ മഞ്ഞ തിരിയിട്ട് ഒരു വിളക്ക് കത്തിക്കുക. പൂജാമുറിയിൽ മഞ്ഞ വിളക്ക് കത്തിക്കുക. ഗുരുഭഗവാനെ മനസ്സിൽ വിളിച്ച് പ്രാർത്ഥിക്കുക. ഗുരുദേവ, എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുതരണമേ എന്ന്. 3, അന്നദാനം. നിങ്ങൾ അന്നദാനം നടത്തുക. അർഹതയുള്ളവർക്ക് ഭക്ഷണം നൽകുക. അന്നദാനം എല്ലാ ദാരിദ്ര്യത്തെയും നീക്കും. ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്നോ ഒരു പൊതിച്ചോറ് അല്ലെങ്കിൽ ഒരു സദ്യ, ഇതൊക്കെ നൽകുക. നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ ചെയ്യുക. അന്നദാനത്തിൻ്റെ പുണ്യം ഗുരുവിൻ്റെ അനുഗ്രഹത്തെ ഇരട്ടിപ്പിക്കും. നിങ്ങളുടെ ജീവിതം മാറും.
ഈ 3 കാര്യങ്ങളും ചെയ്താൽ നിങ്ങളുടെ ഭാഗ്യം ഒരിക്കലും ഒഴുകിപ്പോകില്ല. ഇത് ഉറപ്പാണ്, സത്യമാണ്, യാഥാർത്ഥ്യമാണ്. സുഹൃത്തുക്കളെ, ഈ 8 നക്ഷത്രക്കാർക്ക് ഇടവം 1 മുതൽ ജീവിതത്തിൽ വലിയ മാറ്റം വരും. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. ഇത് സത്യവുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നക്ഷത്രം താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ പേരും നക്ഷത്രവും എഴുതിയെടുക്കുന്നുണ്ട്. പൂജയിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യും. ദൈവാനുഗ്രഹം നിങ്ങളെ കാത്തുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം.